കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഇന്നേ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിനെ കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ഓരോരുത്തരും കാണുക. ഈശോയുടെ മാതാപിതാക്കളായ ജോസഫും മേരിയും ഈശോയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ഒരു രംഗം. ഈ സുവിശേഷ ഭാഗം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലയേറിയ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ പുത്രനായ ഈശോ മിശിഹായായിരുന്നു. ആ ഈശോയെയാണ് ദൈവകരങ്ങളിലേക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലതിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവുമാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മുടെ ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം. ആ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയുക. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പൊട്ടും പൊടിയുമെന്നുമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായതിനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവുമാണ് എങ്കിൽ ഈ ഹൃദയവും ആത്മാവും പൊട്ടും പൊടിയും യാതൊന്നും ഏൽക്കാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതായത് വിശുദ്ധമായ ഒരു ഹൃദയവും നിർമ്മലമായിട്ടുള്ള ഒരാത്മാവും ദൈവത്തിന് സമർപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും അത് പാപമാലിന്യമേൽക്കാതെ, ഈ ലോകത്തിൻ്റെ ദുഷിച്ച അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാതെ, ദുഷിച്ച വഴികളെ സ്വീകരിക്കാതെ, ദുഷിച്ച പ്രവർത്തികൾ ചെയ്യാതെ, ദുഷിച്ചവ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതിനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഓർക്കുക, ആത്മാവും ഹൃദയവും അത് ദൈവത്തിന് സ്വന്തമായി കൊടുക്കുവാനായിട്ടുള്ളതാണ്. അത് ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം അവസാനിക്കുമ്പോഴും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ടുള്ളത് നമ്മുടെ ആത്മാവും ഹൃദയവുമാണ് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അത് പാപമാലിന്യമേശാത്ത വിധത്തിൽ ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള കൃപ ഇന്നേ ദിവസം നൽകണമേ എന്ന് അപേക്ഷിച്ച്, മ്ലേച്ഛത നമ്മുടെ ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും സ്വീകരിക്കാതെ ഏറ്റവും വിശുദ്ധമായി തന്നെ ജീവിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു കൃപ യാചിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് ഏറ്റെടുക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ദൈവകരങ്ങളിലേക്ക്, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഞങ്ങളിതാ സമർപ്പിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ കാഴ്ചയെ അവിടുന്ന് സ്വീകരിക്കുകയും ആശീർവദിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ തിന്മയുടെ മാലിന്യങ്ങളിൽ നിന്നും സർവ്വ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്നേ ദിവസം കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.